بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد سورة لقمان 17, 18, 19 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 412. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത. അഖീം എന്ന് പറയുമ്പോൾ ഖാഫ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. പക്ഷേ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. അസ്സലാത്ത സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരമായ സ്വാദ് ഫത്ഹ നൽകിക്കൊണ്ട് ഉച്ചരിക്കുകയാണ്. അസ്സലാത്ത. ഇവിടെ ഖാഫ് സ്വാദ് ഇവ രണ്ടും ഒഴിച്ച് മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമല്ല, എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് തർക്കീഖാണ്. അഥവാ യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി. വഅ്മുർ വഅ്മുർ എന്നായി പോയത്. വഅ്മുർ ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. വ്യക്തമായി ഹംസയെ കടുപ്പത്തോടെ ഉച്ചരിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കുക. റാഇന് സുക്കൂനും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട മുത്തസിലായ ദമ്മുമുണ്ട്. അതായത് റാഇന് സുക്കൂനും തൊട്ട് മുമ്പിൽ ദമ്മും ഉള്ളതുകൊണ്ട് റാഇന് തഫ്ഖീം കൊടുക്കണം. അതേപോലെ ബിൽ മഅറൂഫി, അവിടെയും റാഇന് തഫ്ഖീമാണ്. എന്ന് പറയുമ്പോൾ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തവസ്സുത്ത് എന്ന സിഫത്ത് നൽകപ്പെടുന്ന ഐൻ. ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. വൻഹ സാക്കിന നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. വൻഹ അനിൽ മുൻകർ. മുൻകർ ഇവിടെ സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മണിച്ച് അവ്യക്തമാക്കി ഉച്ചരിക്കണം. അൻ അൽ മുൻകർ എന്നായിരുന്നു. ഇൽത്തിഖാഉ സാക്കിനയിന് വേണ്ടി നൂനിന് കസ്ർ കൊടുത്തു. നൂനിന് ഹറക്കത്ത് കൊടുത്ത് സുക്കൂനെ മാറ്റി ഹറക്കത്താക്കി അനിൽ മുൻകർ എന്ന് ഉച്ചരിക്കുകയാണ്. വസ്ബിർ അലാ മാ അസാബക്. വസ്ബിർ സ്വാദിന് തഫ്ഖീം കൊടുക്കണം. റാഇന് തർക്കീഖാണ്. സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട മുത്തസിലായ കസ്റുമാണ് എന്നതുകൊണ്ട് റാഇന് തർക്കീഖ് കൊടുക്കുക. വസ്ബിർ അലാ മാ അസാബക്. അലാ മാ ഇവിടെയൊക്കെയും തർക്കീഖാണ്. അലിഫുകൾക്കും തർക്കീഖ്. ഇസ്തിഫാലിൻ്റെ അക്ഷരത്തെയാണ് ദീർഘിപ്പിക്കുന്നത്. എന്നാൽ അസാബക് എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീം, അതിനെ ദീർഘിപ്പിക്കുകയാണ് അലിഫ് കൊണ്ട്. അതുകൊണ്ട് അലിഫിനും തഫ്ഖീം. ഈ വ്യത്യാസം പാരായണത്തിൽ ശ്രദ്ധിക്കുക. മാ അസാബക് എന്ന് പറയുമ്പോഴുള്ള അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇന്ന ശബ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ. മിൻ അസ്മി
ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കുക. ഐനാണ് ശേഷമുള്ളത് എന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇൽഹാർ ചെയ്യേണ്ടി വരുന്നത്. മിൻ അസ്മിൽ ഉമൂർ. ഹംസ നമ്മൾ പറഞ്ഞു വ്യക്തമാക്കി കടുപ്പത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരം ഷിദ്ദത്ത്. അവിടെ മിൻ അസ്മിൽ ഉമൂർ എന്നൊന്നും ആയിപ്പോരുത്. അങ്ങനെയൊക്കെ തെറ്റായി പലരും പറയാറുണ്ട്, അത് സൂക്ഷിക്കണം. മിൻ അസ്മിൽ ഉമൂർ, ഉമൂർ എന്ന് വ്യക്തമാക്കുക. അവസാനിപ്പിക്കുമ്പോൾ റായിൽ തഫ്ഖീം നൽകി ഉച്ചരിക്കേണ്ടതാണ്. റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സുക്കൂനും. റായിന് വഖഫിന് വേണ്ടിയാണ് സുക്കൂൻ വരുന്നത്. തൊട്ടു മുമ്പിൽ സാക്കിന അക്ഷരമുണ്ട്, അതിനു മുമ്പിൽ ദമ്മ്. ഇവിടെ ദമ്മിൻ്റെ ഹുക്മ് തന്നെയാണ്, അതായത് റായിന് മുമ്പിൽ ദമ്മ് വരുമ്പോഴുള്ള അതേ വിധി തന്നെയാണ് ഇവിടെ നൽകേണ്ടത്. റായിന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ولا تصعر خدك للناس. ولا تصعر, സ്വാദിന് തഫ്ഖീം കൊടുക്കണം. സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിക്കണം. എന്നാൽ ولا تصعر ഐനിന് തർക്കീഖാണ്. എന്നാൽ ഐന് ഷദ്ദുള്ള അക്ഷരമാണ് ഇവിടെ. മുതവസ്സിത്തായ ബൈനിയത്ത് നൽകപ്പെടുന്ന മിതത്വത്തോടെ അതിനെ ഉച്ചരിക്കുക. ഷദീദാവരുത്, രഹ്വുമാവരുത്. അപ്പോൾ വലാ തുസഇർ, പലപ്പോഴും ഷദ്ദുള്ള ഐൻ ഉച്ചരിക്കാൻ പലർക്കും ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അത് ആവർത്തിച്ച് പറഞ്ഞ് പരിശീലിക്കുക തന്നെ വേണം. റായിന് തർക്കീഖാണ്, തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുള്ളത് കൊണ്ട്. ولا تصعر خدك, خدك ഖാഇന് തഫ്ഖീം തടിപ്പിച്ച് ഖാ ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. ദാലിക ഖദ്ദക. ലിന്നാസി നൂൻ മുഷദ്ദദ, ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ولا تمشي في الأرض مرحا. ولا تمشي സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ولا تمشي في الأرض, റായിനും ضادനും തഫ്ഖീമാണ്. ضادന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മറാഹ, റായിന് മാത്രം തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. മറാഹ. ചേർത്ത് ഓതുകയാണെങ്കിൽ മറഹൻ ഇന്ന, തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കും. വഖഫ് ചെയ്യുമ്പോൾ അലിഫോടുകൂടി മദ് ഇവദ് നൽകി മറഹ എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ച് നിർത്തുക. ഇന്നല്ലാഹ, ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നൂൻ മുഷദ്ദദ. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം. ഇന്നല്ലാഹ لا يحب كل مختال فخور. മുഖ്താലിൻ, ഖാഇന് തഫ്ഖീം കൊടുക്കുക. മുഖ്താലിൻ എന്നതിലെ തൻവീനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. മുഖ്താലിൻ ഫഖൂർ. ഖാഇനും അന്ത്യത്തിലുള്ള റായിനും തഫ്ഖീമാണ്. ഫഖൂർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വഖസിദ്, ഇതിൽ വഖസിദ് വാവിന് ഇസ്തിഫാലായതുകൊണ്ട് തർക്കീഖാണ്. ഖാഫിന് തഫ്ഖീമുണ്ട്. അതോടൊപ്പം ഖാഫിന് സുക്കൂൻ, അവിടെ ഖൽഖല സൂറ നൽകണം. വഖസിദ്, സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ദാലിന് തർക്കീഖാണ്, ദാൽ തർക്കീഖിൻ്റെ അക്ഷരമാണ്. അതായത് അതോടൊപ്പം ദാല് ഖൽഖല സൂറ നൽകി. വഖസിദ്, വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രം അവിടെ
കൽക്കല കുബ്രയാണ് വരിക. وقصد في مشيك في مشيك ശ്രദ്ധിച്ചോതുക. മഷീക എന്നായി പറഞ്ഞു. മഷ്യീക ഷീന് തഫശിയുള്ള അക്ഷരമാണ്, മുസ്തഫിലാണ്. മഷ്യീക വഗ്ദുദ് മിൻ സൗതിക്. എന്ന് പറയുമ്പോൾ ഗൈനിന് തഫ്ഖീം, ദ്വാദിന് തഫ്ഖീം, ദ്വാദിന് ശേഷം വീണ്ടും ദ്വാദ് ഒക്കെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വഗ്ദുദു ലു എന്ന് കൽക്കല വരരുത്. വഗ്ദുദ് മിൻ സൗതിക്. മിൻ എന്നതിലെ സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. തഫ്ഖീമോട് കൂടിയുള്ള ഇഖ്ഫ ആണ്, മണിക്കലാണ് അവിടെ വേണ്ടത്. കാരണം ശേഷം സ്വാദ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. മിൻ സൗതിക് സൗതിക്. ഇന്ന അൻകറൽ അസ്വാതി. ഇന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കുക. അൻകറ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. അൻകറ. കാഫിന് തർക്കീഖാണ്, റാഇന് തഫ്ഖീം. അൻകറ അൻകറൽ അസ്വാതി. അസ്വാത് സ്വാദിന് തഫ്ഖീം. അസ്വാതി ലസൗതുൽ ഹമീർ. ലസൗതു സ്വാദിനും അവിടെ തഫ്ഖീം. അൽ ഹമീർ റായിൽ തർക്കീഖ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തഫ്ഖീമിൻ്റെ അക്ഷരമല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ലസൗതുൽ ഹമീർ റായിനെ നേർപ്പിച്ച് തർക്കീഖോടുകൂടി അൽ ഹമീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വഖഫ് ചെയ്യുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. റായിന് സുക്കൂൻ വഖഫിന് വേണ്ടി വരുന്നു. തൊട്ട് മുമ്പിൽ സാക്കിനായ യാ, അപ്പോൾ തർക്കീഖാണ് സാക്കിനായ യാഇന് ശേഷം വരുന്ന റായിൽ വഖഫ് ചെയ്യുമ്പോൾ എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير.